റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ചാൻസലർ റേച്ചൽ റീവ്സ് അടുത്ത ബജറ്റിൽ നികുതി വർധനയും ചെലവ് കുറയലും ഉൾപ്പെടുന്ന കഠിനമായ തീരുമാനങ്ങൾ സ്വീകരിക്കുമെന്ന് ഒരു പ്രമുഖ മാധ്യമത്തോട് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ 30 മില്യൺ പൗണ്ട് വരെ കുറവ് നികത്തേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നേരിടുന്നതെന്ന് അവർ പറഞ്ഞു. നികുതി വർധനയെക്കുറിച്ച് പരസ്യമായി പരാമർശിച്ചിട്ടില്ലെങ്കിലും ഈ അഭിമുഖത്തിൽ അവർ ആദ്യമായി തുറന്നു പറയുകയായിരുന്നു. 2029-30 മുതൽ സർക്കാരിന്റെ ദൈനംദിന ചെലവുകൾ വായ്പയിൽ ആശ്രയിക്കാതെ നികുതിയിലൂടെ തന്നെ നടത്തണമെന്ന ധനകാര്യ ചട്ടം ലംഘിക്കില്ലെന്നും അവർ വ്യക്തമാക്കി. മുൻ കൺസർവേറ്റീവ് സർക്കാരിന്റെ ധനകാര്യ നിയന്ത്രണത്തിലെ വീഴ്ച മൂലമാണ് ഇപ്പോഴത്തെ വെല്ലുവിളികൾ ഉണ്ടായതെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ ഏറ്റവും പുതിയ വിലയിരുത്തൽ ബ്രിട്ടീഷ് സാമ്പത്തിക ഉൽപാദനക്ഷമത പ്രതീക്ഷിച്ചതിലും താഴ്ന്നതായിട്ടാണ് കണ്ടെത്തിയത്. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി ലണ്ടനിലെ ട്രാഫൽഗർ സ്ക്വയറിലെ വൻ ജനാവലിയെ സാക്ഷിയായി ഉജ്ജ്വല പരിപാടികൾ അരങ്ങേറി. ഒക്ടോബർ 12 നടന്ന സ്ക്വയർ 2025 ദീപാവലി ആഘോഷത്തിന്റെ ചിത്രങ്ങൾ ലണ്ടൻ മേയർ സ്വാതി ഖാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ പങ്കുവച്ചു. ആഘോഷം സംഘടിപ്പിച്ചതിന്റെ അഭിമാനവും പങ്കെടുത്തവരോടുള്ള നന്ദിയും അദ്ദേഹം പോസ്റ്റിലൂടെ അറിയിച്ചു. ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ആഘോഷങ്ങൾ, നൃത്തം, സംഗീതം, ഭക്ഷണം എന്നിവയുമായി സമ്പന്നമായിരുന്നു. പരമ്പരാഗത ദക്ഷിണേന്ത്യൻ വസ്ത്രങ്ങൾ അണിഞ്ഞ 200 നർത്തകർ അവതരിപ്പിച്ച ക്ലാസിക്കൽ ഡാൻസ്, നാടോടി, ബോളിവുഡ് ശൈലികളിലുള്ള നൃത്ത പ്രകടനങ്ങളാണ് ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. UK-യിൽ കുട്ടികളെ ലക്ഷ്യമാക്കി മിഠായി ബ്രാൻഡുകളെ അനുകരിച്ച നിക്കോട്ടിൻ കലർന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതായി രഹസ്യ അന്വേഷണത്തിൽ കണ്ടെത്തൽ. മിഠായി ബ്രാൻഡുകളുടെ രൂപകൽപ്പന അനുസരിച്ചാണ് ഈ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഗ്ലാസ്ഗോയിലെ ഒരു കടയിൽ നിന്നും വാങ്ങിയ ഓറഞ്ച് മില്യൻസ് എന്ന പേരിലുള്ള പൗച്ചിൽ 100 മില്ലിഗ്രാം നിക്കോട്ടിൻ ഉള്ളതായിട്ടാണ് വിൽപ്പനക്കാരൻ വെളിപ്പെടുത്തിയത്. എന്നാൽ പരിശോധനയിൽ 17 മില്ലിഗ്രാം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിലും ഇത് എക്സ്ട്രാ സ്ട്രോങ് വിഭാഗത്തിൽപ്പെടുന്നതാണ്. പാക്കേജിംഗ് മിഠായികളെ പോലെ ആകർഷകമായതും കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഡിസൈനുമാണ് ഈ ഉൽപ്പന്നങ്ങൾക്കുള്ളതെന്ന് ട്രേഡിംഗ് സ്റ്റാൻഡേർഡ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 2026 ജനുവരി 8 മുതൽ UK-യിൽ പുതിയ കുടിയേറ്റ നിയമം പ്രാബല്യത്തിൽ വരുന്നു. വിദേശികളായ കുടിയേറ്റക്കാർക്ക് കടുപ്പം വർദ്ധിപ്പിക്കുന്നതായാണ് പുതിയ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇംഗ്ലീഷ് ഭാഷാ യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉയർത്തുകയും പോസ്റ്റ് സ്റ്റഡി വിസയുടെ കാലാവധി 1.5 വർഷത്തിനായി കുറയ്ക്കുകയും ഇമിഗ്രേഷൻ സ്കിൽ ചാർജ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. UK-യിലെ നിലവിലെ കുടിയേറ്റ സംവിധാനത്തിന്റെ പരാജയങ്ങൾ പരിഹരിച്ച് നീതിയുക്തവുമായ സംവിധാനത്തിലേക്കുള്ള മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിയമനിർമ്മാണം. ഇനി നാട്ടിലെ വാർത്തകൾ. ഒഡീഷയിലെ കലഹണ്ഡി ജില്ലയിൽ മാവോയിസ്റ്റ് ആണെന്ന് നടിച്ച് പിതാവിൽ നിന്ന് 35 ലക്ഷം രൂപ തട്ടിയെടുക്കുവാൻ ശ്രമിച്ച 24 വയസ്സുകാരൻ അറസ്റ്റിൽ. പ്രദേശത്തെ അറിയപ്പെടുന്ന കോൺട്രാക്ടറായ ദിനേശ് അഗർവാളിന്റെ മകൻ അങ്കുഷ് അഗർവാളാണ് അറസ്റ്റിലായത്. പിതാവ് പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ ഒരാഴ്ചയോളം നീണ്ട അന്വേഷണത്തിലൊടുവിലാണ് അങ്കുഷിന്റെ അറസ്റ്റ്. ബീഹാറിൽ വോട്ടർ പട്ടികയിലെ മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി. മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാധ്യതയുണ്ടെന്നും കോടതി പറഞ്ഞു. ഒഴിവാക്കിയവരുടെ വിവരം നൽകണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ആരെയൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്ന് അറിയിക്കണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. വോട്ടർ പട്ടികയിൽ വരുത്തിയ മാറ്റങ്ങൾ കൃത്യമായി എഴുതി നൽകണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചതായി കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. KA പോളാണോ മധ്യസ്ഥനെന്ന് കോടതി ചോദിച്ചു. അല്ലെന്നും പുതിയ ആളാണെന്നും കേന്ദ്രം വ്യക്തമാക്കി. നിമിഷയുടെ ജീവനിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന പ്രതീക്ഷയും കേന്ദ്രം പങ്കുവച്ചു. കേസ് ജനുവരിയിലേക്ക് മാറ്റി. അതിനിടയിൽ പുതിയ സംഭവങ്ങൾ ഉണ്ടായാൽ കോടതിയിൽ കേസ് പരിഗണിക്കും. തിരുവനന്തപുരം അമ്പൂരിയിൽ കൂൺ കഴിച്ച് 2 ആദിവാസി കുടുംബങ്ങളിലെ 6 പേർ ആശുപത്രിയിൽ. ഇവരെ കാരക്കോണം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. നില ഗുരുതരമായതിനെ തുടർന്ന് 2 പേരെ ICUവിലേക്ക് മാറ്റി. കാട്ടിൽ നിന്നും ശേഖരിച്ച കൂൺ കഴിച്ചതിനെ തുടർന്നാണ് ഇവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. ഇനി കായിക വാർത്തകൾ. രഞ്ജി ട്രോഫിയിലെ ആദ്യ ഇന്നിംഗ്സിൽ മഹാരാഷ്ട്രയെ 2ാം ദിനം ഓൾ ഔട്ടാക്കി കേരളം. 84.1 ഓവറിൽ 239 റൺസാണ് മഹാരാഷ്ട്ര ആദ്യ ഇന്നിംഗ്സിൽ നേടിയത്. കേരളത്തിനായി MD നിതീഷ് 5 വിക്കറ്റും ബേസിൽ NP 3 വിക്കറ്റും ഏതൻ ആപ്പിൾ ടോം, അങ്കിത് ശർമ്മ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. വിക്കി ഓസ്വാർ, RS ഘോഷ്, രജനീഷ് ഗുർബാനി എന്നിവരാണ് 2ാം ദിനത്തിൽ പുറത്തായ മഹാരാഷ്ട്ര ബാറ്റർമാർ. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 118.08 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.